ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു രമ്യ കൃഷ്ണൻസ് വ്ലോഗ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു ഇവിടെ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ലോഗാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനുമാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിനി എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ഒഫീഷ്യൽ എൻ്റെ നെയിം രഞ്ജിത എന്നാണ്. പക്ഷേ എനിക്കിഷ്ടം രമ്യ കൃഷ്ണൻ എന്നറിയപ്പെടുന്നതാണ്. ഞാനൊരു പത്തനംതിട്ട അടൂർ സ്വദേശിനിയാണ്. ഞാനിപ്പം ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾ അവന്തിക, രണ്ടാമത്തെ ആൾ ദക്ഷിത. ഇപ്പോൾ എൻ്റെ കൂടെ 2 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർ വെക്കേഷന് വന്നതാണ്. പക്ഷെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, പക്ഷെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്ങനെ ഇവിടെ നിന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എന്തായി എന്ന് പറയുക. ഞങ്ങളുടെ ഓണം ഞങ്ങളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുന്നു. ഞാനിങ്ങനെ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് സമയങ്ങളിൽ പർച്ചേസ് ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഓണവും ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഓഫീസിൽ ഓണത്തിന് അവധിയൊന്നുമില്ല. എന്നാലും പിള്ളേർ ഉള്ളതുകൊണ്ട് ഞാൻ അവധിയെടുത്ത് ഓണം ആഘോഷിക്കും. പിന്നെ അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് 7 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത്. നോർമലി എനിക്ക് ഓണത്തിന് ഓഫീസിൽ നിന്ന് അങ്ങനെ അവധി കിട്ടാറില്ല. എനിക്ക് കുട്ടികളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഏപ്രിൽ മെയ്യിലാണ് വെക്കേഷന് സാധാരണ പോകാറുള്ളത്. അത് കാരണം എനിക്ക് ലാസ്റ്റ് 7 ഇയേഴ്സായിട്ട് അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ ഒരു സന്തോഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ദിവസം കൂടെ ഉള്ളൂ. 17th അവരവിടെ നിന്ന് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ കാണിച്ചു തരാം. അവന്തികനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹലോ, ഇതാണ് അവന്തിക. അവന്തിക ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ബികോമിന് അഡ്മിഷനൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. കൊല്ലത്താണ് പഠിക്കുന്നത്. ഇനി അടുത്ത് രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ട്, ഞങ്ങളുടെ കുറുമ്പത്തി, ഞങ്ങളുടെ ഡാൻസുകാരി ഇവിടെ ഉണ്ട്. ഡാൻസും പാട്ടും സ്പോർട്സും ഒക്കെ ആയിട്ട് നടക്കുന്നു. 8th പഠിക്കുന്നത്. എടപ്പള്ളിക്കോട്ടയിലാണ് പഠിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം, ഞങ്ങളുടെ കുഞ്ഞു വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാനലിനകത്ത് ഡെയിലി ഉള്ള കാര്യങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനുള്ള ടൈം എനിക്ക് കിട്ടത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാം, ഫുഡിൻ്റെയും ട്രാവലിൻ്റെയും, പിന്നെ കുറച്ച് മേക്കപ്പ്, കുറച്ച് ഡ്രസ്സിൻ്റെയും അങ്ങനെയൊക്കെ ഇടാം. ഒരു നെക്സ്റ്റ് വീക്കോടുകൂടി പിന്നെ ഇവരുണ്ടാവില്ല, ഇവർ നാട്ടിൽ പോകും. നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫ് ഭയങ്കര ബോറാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം. മൈസെൽഫ് അവന്തിക. ഞാൻ വന്നിട്ട് +2 കഴിഞ്ഞ് ഇപ്പം ഇച്ചിരി ക്ലാസ്സസൊക്കെ തുടങ്ങി. എന്നാലും ഞാനിവിടെ നിൽക്കുവാണ്. ഈ മന്ത് 17th ഞങ്ങൾ രണ്ടും തിരിച്ച് പോകും നാട്ടിൽ. ആൻഡ് ഞാൻ ഡിഗ്രി ആണ് എടുത്തേക്കുന്നത്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കൊല്ലത്താണ് കോളേജ്. ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു 1.5 മാസം കഴിഞ്ഞ് അതെല്ലാം പോയി ഇനി പിക്കപ്പ് ചെയ്തെടുക്കണം. ഇതാണ് ചെറിയ ആള്. ഹലോ, എൻ്റെ പേര് ദക്ഷിത. ദച്ചൂസ്. ഞങ്ങൾ ദച്ചു എന്നാണ് വിളിക്കുന്നത്. ദച്ചൂസ്. എനിക്ക് പഠിക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ തന്നെ എൻ്റെ ലൈഫ്. ഇങ്ങനെയൊക്കെ പോകുന്നു. ഹാപ്പിയായിട്ട് പോകുന്നു. പക്ഷെ എനിക്ക് കാണാൻ പോകുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും അവർക്ക് 4 മാസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരാം. ചെറിയ ആൾക്ക് സ്കൂള് അടച്ചു കഴിഞ്ഞാൽ പിന്നെയും വരാൻ പറ്റും. മൂത്ത ആളുടെ കോളേജിൻ്റെ ഇത് വെച്ചിട്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതാണൊരു വിഷമം. ചെറിയ ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ആൾക്ക് ഇനിയും പെട്ടെന്ന് തന്നെ വരാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ 3 പേരുടെയും വിശേഷങ്ങൾ.
അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഞങ്ങളുടെ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.